ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗൈസ്, ഈദ് മുബാറക്. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ തന്നെ അടിച്ചിന്. രാവിലെ 7 മണിക്ക് അടിച്ച് ഗൈസ്. 6:40. അപ്പോൾ 8 മണിക്ക് നിസ്കാരം. ഞങ്ങൾ ചെറിയൊരു ഇൻട്രോ എടുത്തിട്ട് കുളിച്ചിട്ട് പള്ളിക്ക് പോകാൻ വിചാരിച്ചു. ഈ വ്ളോഗ് ഇങ്ങനത്തെ പെരുന്നാക്കുള്ള വ്ളോഗ് എടുക്കുന്നത്. അപ്പോൾ ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ നമ്മൾ ഡ്രസ് എല്ലാം റെഡി ആയിട്ട് വരുന്നത്. ഓക്കെ, ബൈ. Good morning. അപ്പോൾ പള്ളിക്ക് വാങ്ങിയതിന് കുളിച്ചിട്ട് റെഡി ആയിട്ട് നമുക്ക് റെഡി ആയതാ. അപ്പി അഫീസ് അവർ റെഡി ആയിട്ട് ഇവിടെ നിന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങനെ പോന്ന് ആൾക്കാരെല്ലാം പോവാൻ തുടങ്ങി ഗൈസ്. അപ്പോൾ ഡ്രസ്സെല്ലാം റെഡി ചെയ്യാനേ കുറച്ച് മുടി മാത്രം നിൽക്കുന്നില്ല. കാലത്താണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ലെറ്റ്സ് ഗോ ഗൈസ്. നമുക്ക് ക്ലാസ്സിൽ പോലെ ഡ്രസ്സ് ഇട്ട് നോക്കാം ഗൈസ്. ഡ്രസ്സ് ഒന്നും ഇടുന്നില്ലേ? പള്ളിക്ക് പോയിട്ട് വന്നിട്ട് ഇടാം. ഓക്കെ, നോ പ്രോബ്ലം. അല്ല, ഞങ്ങൾ പോയിട്ട് നിങ്ങൾക്ക് ഇടാം. ഓക്കെ ബൈ ഗൈസ്. അപ്പോൾ ഡ്രസ്സെല്ലാം ഇട്ട് റെഡി ആയി. മുടി മാത്രം നിൽക്കുന്നില്ല കാലത്താണ്ട്. പിന്നെ പള്ളിക്ക് പോയിട്ട് അപ്പുറത്തെ വളപ്പിലത്തെ പള്ളിക്ക് പോയിന്. പള്ളിക്ക് പോയിട്ടിരുന്നേ. അതെടുത്തിട്ട പള്ളി അടുത്തെത്തി. എന്ത് നീ എല്ലാവരും അപ്പി കൊടുക്കാൻ? അപ്പി എന്ത് പുതിയ അപ്പിളയാ? അപ്പോ ഇതാണ് നമ്മൾ കഴിഞ്ഞ് അസുഖം പിടിച്ചില്ലട്ടാ ഗൈസ്. ഇതാണ് എന്നെ പഠിച്ച മദ്രസ. ഒരു 5-ന്ന് ഒരു 8ഓളം പഠിച്ച മദ്രസാണ് ഇത്. പുളിക്കൂർ പകുതിയോളം പോയിന്. ഇതും മദ്രസ പേര് ഇതാണ്. കാരണം എന്താ പറയുക, നമ്മൾ 1 മുതൽ 8 വരെ അല്ല ഇവിടെ പഠിച്ച കേസ്. എന്തല്ലെങ്കിൽ ഒരു 4 വരെ നമ്മൾ മായിപ്പാടിയിലാണ് നമ്മൾ പഠിച്ചത് മാമാൻ്റെ അവിടെ. പിന്നെ പേര് എടുക്കത്തെ 1 കൊല്ലോ 1.5 കൊല്ലോ ഒറ്റ പോയി, കുറച്ച് പോയി. അത് കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് ഇവിടെയാണ് പഠിച്ചത്. അങ്ങനെയാണ് മദ്രസിന്റെ പേര്. 3 പേര് മദ്രസിന്റെ പേര് വേറെ വേറെ. അപ്പൊ ഇത് ഹിദായത്തുൽ ഇസ്ലാം മദ്രസ പുളിക്കൂർ. ഓക്കെ, ഈ മദ്രസയിലാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഈ കാണുന്ന പള്ളിയിൽ നമ്മൾ നിസ്കാരെല്ലാം കൂടിയിട്ട് നിസ്കാരം കുത്തുപ്പെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ മല്ലക്ക് കഴിഞ്ഞ് നമ്മൾ പരുക്ക് പോകാം. ഡ്രസ്സ് ഇപ്പോൾ പരുക്ക് വന്ന് കുറച്ച് 2-3 പരുക്കെല്ലാം കയറിയിട്ട് നേരെ നമ്മൾ പൊരുക്ക് പോകുന്നതാണ് ഗൈസ്. ഓക്കെ, ഫൈനൽ നമ്മൾ പൊരുക്കെത്തി. പൊരുക്കെത്തി. അപ്പോൾ എല്ലാം റെഡി ചെയ്യാനുണ്ട് ഗൈസ്. അങ്ങനെ പൊരുക്കെത്തി. അപ്പി പകുതി മുങ്ങി. ഇത് പറക്കിട്ടേ സുലൈമാളിയ ഫ്രം ബാംഗ്ലൂർ പെരുന്നാക്ക് വേണ്ടിട്ട് വന്നതാണ്. സ്ലോമോ ഇത് സ്ലോമോല് വരും അളിയാ. ഇപ്പൊ നിങ്ങൾ നടത്തുന്നത് 1.5 മണിക്കൂർ കഴിയും എത്തും പതിയടുത്തേക്ക്. മാഷാ, നമ്മളെ നാട് നോക്കിയോ വികസിച്ചിനതാ. ഇവിടെ എത്ര പോരാന്നിന്. നിങ്ങൾക്ക് സ്ഥലം ചെറിയ റേറ്റിന് സ്ഥലം എല്ലാം വേണമെങ്കിൽ ഞങ്ങൾ ബന്ധപ്പെടുക. അളിയാന്റെ നമ്പർ കൊടുക്ക. അളിയാ സ്ഥലം വേണമെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ കൊടുക്കാം താഴെ.
എങ്ങനത്തെ വേണമെങ്കിൽ ചെറിയ ചെറിയ ആൾക്ക് ഇതാക്കിട്ട് തരും അല്ലാളിയാ. പിന്നല്ലാണ്ട് നമ്മളെ നാട് 5 സെന്റ് 10 സെന്റ് ആയിട്ട് കൊടുക്കുന്ന സ്ഥലം എത്ര ഉണ്ട്. ഇതെല്ലാം കാട്. ഈ കാട് കൊത്തെങ്കിൽ നാട് നന്നാവും. കൂടുതൽ നമ്മൾ ഷിംസി റെഡി ആയിനേ. ഷിംസി ഇതാ വരുന്നേ. നൂറാ സ്ലോ വാ. നൂറ് കൊറേ ഇപ്പൊ നൂറാന്റെ ഒരു 5-8 ബസ്. എന്ത് പറയാന്നുള്ള ഈദ് മുബാറക് ആയിട്ട് അല്ല എന്താണ് പറയാനുള്ളത്? ഇത് പറക്കല. അപ്പൊ എല്ലാവർക്കും ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നും ഈദ് മുബാറക്. അല്ലേ? ഓക്കെ ബൈ. ഷൂടുന്നുണ്ട്. ബാങ്കോ മാഷാഅല്ലാ. ഗൈസ് അവനെ കുടുംബക്കാരെടുക്കും അയൽവാസികളെടുക്കെല്ലാം പോണ ഗൈസ്. മുബാറക്. നമ്മൾ ഒരു ഇളമാൻ്റെ പേർക്കെത്തി. അപ്പുറത്തന്നെ പോരാ. മുബാറക് ഇവിടെ എത്തി. ഇവിടെ എന്താ ഉള്ള മുട്ടായിണ്ട്. ബാംഗ്ലൂർ സ്റ്റൈൽ മുട്ടായെല്ലാം ഉണ്ട് ഗൈസ്. മുട്ടായിലെ കീസൊക്കെ ഇടുന്നുണ്ട്. മുട്ടായി കീസൊക്കെ ഇടുന്നുണ്ട്. ബാഗിലിട്ടോ അഡ്വഞ്ചർ. അടുത്ത നമ്മളെ അയൽവാസിയായ നിയാസ് ഭായിന്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നുള്ളത്. കൊറേ ഡ്രസ് ഉണ്ട് പുറത്തിട്ടിട്ട് പോകുന്നത് ഗൈസ്. അപ്പൊ അസുഖല്ലേ ഇളമാന്റെ പോരെന്ന് ഞങ്ങ നേരെ തിരിക്കുന്നത്. ഞങ്ങൾ വേറെ ഇളമാന്റെ പോരൊന്നും പോയി എന്താണ് അയൽവാസി നമ്മളെ നിയാസ് ഭായിന്റെ അടുത്തും പോയിട്ട് ഇനിയിപ്പോ പോകുന്നത് മാഞ്ഞമ്മായിന്റെ പോരാ. മാഞ്ഞമ്മായി തന്നെ അൻബാസൻഡർ പെരക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് പോയിട്ട് നമുക്ക് ഇന്നിപ്പോൾ 2-3 പുര കവറാക്കാണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും ഞങ്ങൾ ഇന്ന് വെള്ളിയാഴ്ച ജുമ്മക്ക് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞത്ര പെട്ടെന്ന് നമ്മൾ ഓരോരു പുര ക്ലിയർ കവറാക്കിയിട്ട് സോറി വണ്ടി വരുന്നുണ്ട്. അത്ര അട്ടിക്കിടക്കണം മസാല വരുന്നവരുണ്ട്. അവർക്ക് എത്തി ഇവിടെ മാങ്ങാൻ്റെ ഓരോ അൻവാസിന്റെ പോലെ നമുക്ക് ഓർമ്മ വരുന്നത് മാങ്ങ ഫലപുഷ്ടമായ ഞാൻ പുൾഡർ വന്ന നേരെ ഉണ്ട് ഇപ്പൊ മാങ്ങാന്റെ പേരോ. ഈ പുൾഡർ വന്ന പിന്നെ എന്താവും അവസ്ഥ നമുക്ക് തന്നെ അറിയില്ല. മാസന്റെ മുറ്റത്ത് ഞങ്ങളിവിടെ കളിച്ചു വളർന്ന സ്ഥലമാണ് ഗൈസ്. പൊട്ടാ സപ്പോണ്ടർ പേര ഇതാണ് നടക്കാനില്ല ഗൈസ്. അപ്പോ ഇടിയൊക്കെ പോയിട്ട് വന്നതാ. റീലെല്ലാം എടുത്ത് ദുബായിൽ നിന്ന് സൈഫുദ്ദീൻ ഉണ്ട്. സൈഫുദ്ദീനെ കാണുന്നില്ല. മിസൈലുകൾക്കിടയിലൂടെ അവന്റെ പ്രയത്നം അങ്ങേയറ്റം ആവേശകരമാണ്. ഓന്റെ ഉമ്മ ചെല്ലുന്നുണ്ട്. ഓന്റെ തലിന്റെ മുകളിലെ പോയിനല്ലോ, മുടീനെ അങ്ങോട്ട് പോയിനല്ലോ മിസൈല്. ഓൻ എന്തെല്ലോ തള്ളിണ്ട് നാട്ടില്. ഓന് തള്ളുന്നത് എന്തല്ലോ ഓനിപ്പോ തള്ളുന്നുണ്ട്. സ്റ്റീൽ തള്ളൽ. ഫുഡ് കഴിക്കുന്നത്. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളും മാറ്റി നമുക്ക് വരാം. ഓക്കെ ഇന്ന് രാത്രി ബ്ലോഗ് വരും. അപ്പൊ അത് കണ്ടു നീ ഗൈസ്. അപ്പൊ ഉപ്പ ഉണ്ടാക്കിയ ഫുഡ് ഉപ്പ ഇല്ല. ഉപ്പ പള്ളിക്ക് പോയിന്. ഉപ്പ പിന്നെ പാൻ നിരക്കണ പള്ളിക്ക് പോകുന്നോണ്ടില്ല ചുമ്മാക്ക്. Let's eat.
ഷിംസിൻ്റെ കസിൻസ് എല്ലാം വന്നിട്ടുണ്ട്. ആപ്പ മൂത്ത എല്ലാം പോകുന്നുണ്ട്. ഒരു സംഭവം ഉണ്ടേ, ഇതാ ഈ കയ്യിൽ തെമ്മയിലാഞ്ചി കാണിച്ച ഇതാര് വെച്ച പോലെ ഉണ്ടേ, അത് വെച്ച പോലെ ഉള്ളത് ഒരു പിരാന്ത് ആസിക്ക് വെച്ച പോലെ ഉള്ളത് വെച്ചത് ഷിംസി. നോക്കേ ഞാൻ വെച്ചേ കാണിക്കിട്ട് മെമ്മറി ഇല്ല. വീടാ വന്നത് ഇത് ചാർട്ട ഞാൻ വെച്ച ഇത് ഇതവേ പക്ഷെ ഇങ്ങനെ ആയിനറിഞ്ഞ ബൈ ബൈ. അപ്പൊ ഞമ്മ പള്ളിക്കെല്ലാം പോയിട്ട് വന്ന് ചെറിയ വർക്ക് വിട്ട് ഞമ്മ പിന്നെയും ഞങ്ങളുടെ പര്യടനം തുടങ്ങിയിരിക്കുന്നു ഗൈസ്. എന്താടാ ഞങ്ങളെ ചോദിച്ചാലും വർക്ക് ചോദിച്ചാലും ഗൈസ് പിന്നെ അമ്മ മാമാടുക്ക് പോകുന്നു മൈപ്പാടി. ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു പോലെയുണ്ട് നമുക്ക് കവറാക്കാനുള്ളത്. നമ്മളെ അയൽവാസിയായ ആഷിം ഖാന്റെ വീട്ടിലേക്കാണ് അടുത്ത യാത്ര നമ്മളെ. മൈപ്പാടിയുടെ മണ്ണിലേക്കാണ് ഞങ്ങളെ എത്തിയിരിക്കുന്നത് ഗൈസ്. ആഷിഖിന്റെ ഡ്രൈവിംഗ് മികവോടെ ഞങ്ങളൊരു 1/4 മണിക്കൂർ ലേറ്റ് ആയി ഗൈസ്. മായിപ്പാടി ജനുണ്ട് ഗൈസ്. മായിപ്പാടി ജന മാമാന്റെ അടുക്ക് എത്തിയതാ ഇതാ ഇത് ആഡംബരം നോക്കിയാറ പൈപ്പില് പൈപ്പില് ഇതേ മായിപ്പാടിക്കത്തിന് നമ്മൾ ഒക്കെ മാറിയല്ലോ. ഇവിടെ കാക്കാൻ്റെ അടുക്ക് പോകുന്നുണ്ട്. ഇതൊരു വേറൊരു കാക്കാൻ്റെ പേർക്ക് പോകുന്നുണ്ട് ഗൈസ്. അപ്പൊ ഇനി എന്നെ അടുക്ക് പോന്നേ, നമ്മളെ മാല അടുക്ക് പോകുന്നുണ്ട് ഗൈസ്. ഇത് മുളിയെടുക്കാനാണ് ഗൈസ്, മുളിയെടുക്കാം സീതാങ്കോളി മുളിയെടുക്കാം. അപ്പൊ ലെറ്റ്സ് ഗോ എളമാന്റെ അടുക്ക്. എത്തിയവാ എളമുണ്ടാ നോക്കാം. ഇത് വറക്ക് എന്താ അത് എന്താ ചെല്ലുള്ള ഇതുണ്ടോവാ ചോക്ലേറ്റ് കാര്യങ്ങളുണ്ട്. മറ്റേ ഇത് ഓ ജസ്റ്റ് പിന്നെ അത് എടുക്കട്ടെ. റഫാ മോളെ ഞങ്ങൾ തൊട്ടടിക്കുന്നല്ല നിർത്തിനേ. അടിച്ചിട്ട് പോണ്ട്. സോഡ വെച്ചിനാ സോഡ പൊള്ളയാ സോഡ ആസിപ്പോ ഒറ്റ പേര് കാക്ക അവർ എത്തിയിരിക്കുന്നു. എന്നൊരു കാക്ക ഇവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഞങ്ങൾ മപ്പിയുടെ അഫ്സീൻ്റെ പെരുക്കെത്തിയിട്ടുണ്ട്. സകുടുംബം ഇവിടേക്ക് ഞങ്ങൾ ഹാർദമായി സ്വീകരിച്ചുകൊണ്ട് അഫ്സി മുന്നിട്ടിറങ്ങി ആശാണം സ്വീകരിച്ച് ഞങ്ങൾ എത്രയുണ്ട്. നിങ്ങൾക്ക് പെരുക്കാറ എടുത്താ നിങ്ങൾ എന്തിനാ കൈ കൊടുക്കാവുന്നത്? കുടിക്കാൻ എന്തുകൊണ്ടാ? എന്താ പുതിയ പോണ്ട പുതിയ നാട്ടി ഗൈസ്. അപ്പോൾ വ്ലോഗ് വൈൻഡപ്പ് ആക്കാൻ ടൈമായി. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വരുമ്പോഴേക്കും ഓക്കെ ബൈ ബൈ.